എല്ലാവർക്കും മാമന മക്കളുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു ചരിത്രം, മൊത്തം ചരിത്രമാണ് കേട്ടോ. കാഴ്ചകളൊന്നുമില്ല, കാഴ്ചകളുണ്ടായിരിക്കും, കാഴ്ചകൾ കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. പക്ഷെ നമ്മൾ ഇന്നൊരു പ്രത്യേക ദിവസമാണ്, ഒരു പ്രത്യേക ദിനമാണ്. ജാനുവരി 12. നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും ഇന്നെന്താ പ്രത്യേകതയെന്ന്. ദേശീയ യുവജന ദിനമാണ് എന്ന് വെച്ചാൽ നാഷണൽ യൂത്ത് ഡേ. അപ്പോൾ നമ്മൾ ഫാദേഴ്സ് ഡേക്ക് ഫാദറിനെ ഓർക്കുന്നു, മദേഴ്സ് ഡേക്ക് അമ്മമാരെ ഓർക്കുന്നു, അങ്ങനെ. അപ്പോൾ നമ്മൾ ഈ യൂത്ത് ഡേക്ക് ആരെ ഓർക്കണം? നമ്മുടെ വിവേകാനന്ദ സ്വാമിനെ ഓർക്കണം. കാരണം എന്താണെന്നും ചരിത്രം എന്താണെന്നും ഞാൻ പറഞ്ഞു തരാം. എന്തിനാണ് നമ്മൾ വിവേകാനന്ദ സ്വാമിനെ ഈ ദിനത്തിൽ ഓർക്കുന്നതെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കും. കാരണം ഞാൻ പറയാം, അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ നമ്മുടെ ഈ ഭാരതത്തെ യുവത്വങ്ങൾക്ക് തൊട്ടുണർത്തിയിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് ഇന്ന് ജാനുവരി 12. 1863 ജാനുവരി 12 കൊൽക്കത്തയിൽ സിംല എന്ന പട്ടണത്തിലാണ് അദ്ദേഹം ജനിച്ചത്. അപ്പോൾ കുറേ സ്റ്റെപ്സ് ഉണ്ടായിരുന്നു, അതൊക്കെ കയറി വന്നിട്ടാണ് മടുത്തത്. അപ്പോൾ ഇതൊക്കെ വലിഞ്ഞു കയറാനേ പറ്റത്തുള്ളൂ, അത്ര വലിയ സ്റ്റെപ്സാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. കണ്ടോ, ഭയങ്കര വലിയ സ്റ്റെപ്സാണ്. കണ്ടോ, നമുക്കൊന്നും ഇങ്ങനെ കയറാൻ പറ്റില്ല. ഇങ്ങനെ ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ചരിത്രത്തിലോട്ട് കിടക്കാം. അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രസംഗങ്ങളും ആശയസമ്പുഷ്ടവും ഭയരഹിതവുമായിരുന്നു. അദ്ദേഹത്തിന് കുഞ്ഞിലെ കാലത്ത് അദ്ദേഹത്തിന് നരേന്ദ്രനുമായിരുന്നു അടുപ്പമുള്ള ഒരു കൂട്ടുകാരി വിളിക്കാറുണ്ട്. അദ്ദേഹം കുട്ടിക്കാലം മുതലേ ഭയങ്കര ഓർമ്മശക്തിയും നല്ല ബുദ്ധിമാനുമായിരുന്നു എന്ന് വച്ചാൽ സ്മോൾ വേർഡിൽ പറയുകയാണെങ്കിൽ അന്നത്തെ ഒരു എന്തിരൻ. അദ്ദേഹം ഒരു മണിക്കൂറിൽ 500 താളുകൾ വരെയുള്ള പുസ്തകം വായിച്ച് പഠിക്കുകയും ഒരു കാര്യം കേട്ടാൽ അത് പിന്നെ മറക്കാതിരിക്കുകയും ഒരു കാര്യം ചെയ്യുമ്പോൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുക, അങ്ങനെയുള്ള പല കഴിവുകളും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. എന്തായാലും ഒരു മണിക്കൂറിൽ 500 പേജ്. പിന്നെ അദ്ദേഹത്തിനും ഇത്ര അറിവുകളുണ്ടെങ്കിലും അദ്ദേഹത്തിന് സംശയങ്ങളും അതുപോലെ തന്നെ ഉണ്ടായിരുന്നു. നമ്മളെപ്പോലൊക്കെ തന്നെയാണ്. ദൈവമുണ്ടോ, ദൈവത്തിനെ കാണാൻ കഴിയുമോ, ദൈവത്തിനെ എങ്ങനെ കാണാൻ കഴിയും, പൂജ വെച്ചാൽ കാണാൻ കഴിയുമോ എന്നൊക്കെയായിരുന്നു അദ്ദേഹത്തിന് ഈ സംശയങ്ങൾ. അങ്ങനെ നമ്മളെപ്പോലെ ഒന്നും അല്ലായിരുന്നു അദ്ദേഹം. പക്ഷെ നമ്മളാണെങ്കിലോ മടിയും പിടിച്ച് വീട്ടിലും ഇരുന്ന് നമ്മുടെ ഇന്ന് അനന്തവനെ നാളെ എങ്ങനെ വഴക്കുണ്ടാക്കാമെന്നും നമ്മുടെ തോളിൽ കൈയിട്ടുകൊണ്ടിരുന്നവനെ എങ്ങനെ നാളെ വിട്ട് തല്ലിക്കാമെന്നും കൂടെ കിടക്കുന്നതിൻ്റെ കരുത്തെങ്ങനെ ഇറക്കാമെന്നൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ അദ്ദേഹം അങ്ങനെയൊന്നും അല്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം തേടി പോയി. അങ്ങനെ ശ്രീരാമകൃഷ്ണ പരമഹംസൻ, വലിയ പേരാണ് കേട്ടോ, അദ്ദേഹത്തിൻ്റെ അടുത്ത് നമ്മുടെ നരേന്ദ്രനെന്നും വിളിക്കുന്ന വിവേകാനന്ദ സ്വാമി ചെന്നു. അപ്പോൾ നമ്മുടെ ശ്രീരാമകൃഷ്ണ പരമഹംസൻ പറഞ്ഞത്, എന്തേ നരേന്ദ്ര നീ ഇത്ര വരാൻ താമസിച്ചത് എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങൾ നിങ്ങൾ കേട്ടതല്ലേ? ഈശ്വരനുണ്ടോ, ജീവിതത്തിൻ്റെ അർത്ഥം എന്താണ്, ഈശ്വരനെ കാണാൻ കഴിയുമോ എന്നൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ചോദ്യങ്ങൾക്ക് ഉത്തരമായി പറഞ്ഞത്. ശ്രീരാമകൃഷ്ണ പരമഹംസൻ പറഞ്ഞത്, നമ്മൾ എന്ത് ആത്മാർത്ഥമായി ചിന്തിക്കുന്നോ ആഗ്രഹിക്കുന്നോ, നമ്മൾ സാധിക്കാൻ എത്ര വേണമെങ്കിൽ പരിശ്രമിക്കുന്നോ അത് നമുക്ക് കിട്ടിയിരിക്കും. അത് ദൈവത്തിൻ്റെ ദർശനം മാത്രമല്ല, അതിലും വലിയ കാര്യം അതൊക്കെ മേലെ കിട്ടുമെന്നാണ് അദ്ദേഹം ഒന്ന് പറഞ്ഞത്. അങ്ങനെ ശ്രീരാമകൃഷ്ണ പരമഹംസൻ്റെ മരണശേഷം വിവേകാനന്ദ സ്വാമി അദ്ദേഹത്തിന് വേണ്ടി ഒരു ശ്രീരാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചു. അങ്ങനെ അദ്ദേഹം ഭാരതത്തിൽ അദ്ദേഹത്തിൻ്റെ ഗുരുവിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനായി ഭാരതത്തിൽ പര്യടനം നടത്തി. അങ്ങനെ പര്യടനത്തിന് ആ യാത്രയ്ക്ക് തുടക്കത്തിലായിരുന്നു റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ ആദ്യ ശിഷ്യനായ സദാനന്ദനെ കണ്ടുമുട്ടുന്നത്. അത് കഴിഞ്ഞ് ബാംഗ്ലൂർ വരെ ഷൊർണൂരിലെത്തി അദ്ദേഹം ചട്ടമ്പി സ്വാമികളെയും പിന്നെ നമ്മുടെ ശ്രീനാരായണ ഗുരുവിനെയും കണ്ടുമുട്ടി. അങ്ങനെ ചട്ടമ്പി സ്വാമികളാണ് ഈ ചിന്മുദ്രയിൽ നമ്മൾ യോഗയൊക്കെ ചെയ്യുന്നതിൻ്റെ ചിന്മുദ്രയിൽ രഹസ്യം പറഞ്ഞു കൊടുത്തത്. ഈ ഭാരത പര്യടനം എന്നൊക്കെ പറഞ്ഞ് എത്ര ദൂരം ഉണ്ടെന്നറിയാമോ? അങ്ങ് ഹിമാലയം തൊട്ട് കന്യാകുമാരി വരെ. എന്താ അല്ലേ? അത് കഴിഞ്ഞാണ് നമ്മൾ ഈ മലയാളികൾക്ക് അറിയാവുന്ന വിവേകാനന്ദ സ്വാമി ഏറ്റവും നമുക്കറിയാവുന്ന ഒരു ഡയലോഗ് പറഞ്ഞു,
കേരളം ഒരു ഭ്രാന്താലയമാണ് എന്ന ഡയലോഗ്. പക്ഷെ അതിലൊരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. വിവേകാനന്ദ സ്വാമി ജനിച്ചത് 1800 സംതിങ്ങിലാണ്. പക്ഷെ കേരളം ഉണ്ടായത് തന്നെ 1956-ലാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും കേരളം എന്ന് എങ്ങനെ അവിടെ വന്നെന്ന്. അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. കാരണം എന്താണെന്നല്ലേ, അന്ന് അദ്ദേഹം ചെന്ന് ഇറങ്ങിയത് മലബാർ എന്ന നമ്മുടെ മലബാർ ഏരിയയിലാണ് ചെന്ന് ഇറങ്ങിയത്. അപ്പോൾ അവിടെ കണ്ട ഭ്രാന്താണ് അദ്ദേഹം ഭ്രാന്താൻ. ഈ മലബാർ ഏരിയ, മലബാറിലെ വീടുകളെല്ലാം ഭ്രാന്താലയമാണ് അദ്ദേഹം പറഞ്ഞത്. ഇവിടുത്തെ ആളുകളെല്ലാം മതഭ്രാന്തന്മാരാണെന്ന് പറഞ്ഞു. അതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ പറയാം. കാരണം അവിടെ മതത്തിൻ്റെ ഭ്രാന്ത് മൂത്ത് എല്ലാവരും ഇപ്പോൾ വലിയ ജാതിക്കാരന് ചെറിയ ജാതിക്കാരൻ തൊടാൻ പോലും പറ്റത്തില്ല. അത് അവരുടെ 10 അടി ദൂരത്തായിരിക്കും അവർ നിൽക്കുന്നത്. അങ്ങനത്തെ ഒരു മതഭ്രാന്ത് കണ്ടിട്ടാണ് നമ്മുടെ വിവേകാനന്ദ സ്വാമി അങ്ങനെ പറഞ്ഞത്. പിന്നെ അത് കൊഴിഞ്ഞ് കേരളം ഒരു ഭ്രാന്താലയമാണ്. പിന്നീട് അദ്ദേഹം നമ്മുടെ രാമേശ്വരം വഴി കന്യാകുമാരി നിങ്ങൾക്കറിയാലോ, ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്ന ഒരു പ്ലേസാണ്. അപ്പോൾ അദ്ദേഹം അവിടെ എത്തിക്കഴിഞ്ഞ് അവിടെ കടൽ കണ്ടു, കന്യാകുമാരി കടൽ കണ്ടു. അപ്പോൾ അതിന് 3 കിലോമീറ്റർ അപ്പുറമായിട്ട് ഒരു പാറ നീന്തിക്കാന്ന് വെച്ചു. അങ്ങനെ നീന്തി അദ്ദേഹം അവിടെ എത്തിക്കഴിഞ്ഞാൽ അദ്ദേഹം 3 ദിവസം ധ്യാനത്തിൽ. നമുക്കാണെങ്കിൽ 1 മിനിറ്റ് പോലും ഇങ്ങനെ ഒന്നും ഇരിക്കാൻ കഴിയില്ല. അദ്ദേഹം 3 ദിവസം, അത് 1892 ഡിസംബർ 26, 27, 28 അദ്ദേഹം അവിടെ ധ്യാനത്തിയിരുന്നത്. അപ്പോഴാണ് അദ്ദേഹം ഒന്ന് ആലോചിച്ചത്, സർവമത സമ്മേളനം, അമേരിക്കയിലെ ഷിക്കാഗോയിലെ സർവമത സമ്മേളനത്തിൽ അവിടെ പ്രസംഗിക്കാനായി അദ്ദേഹം ഒന്ന് തീരുമാനിച്ചു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരത് അറിഞ്ഞപ്പോൾ കുറേ പൈസ എല്ലാം കൂടെ പിരിച്ച് അദ്ദേഹത്തിന് കൊടുത്തപ്പോൾ പറഞ്ഞു, ഇത് വല്ല പാവപ്പെട്ടവർക്കും കൊടുക്കും എന്ന് പറഞ്ഞ് അദ്ദേഹം ശിഷ്യന്മാരെ പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തും ആത്മസുഹൃത്തും ശിഷ്യനുമായ ഗായത്രി രാജാവിനെ പോയി കണ്ടു. അദ്ദേഹത്തിൻ്റെ നിർബന്ധപ്രകാരം വിവേകാനന്ദ സ്വാമി എന്ന പേര് അദ്ദേഹം തിരഞ്ഞെടുത്തു. അങ്ങനെ പെൻസുലാർ എന്നുള്ള കപ്പലിലെ ടിക്കറ്റും കൊടുത്ത് അങ്ങ് അമേരിക്കയിലോട്ട് വിട്ടു. അങ്ങനെ ഫ്രാൻസ്, ന്യൂയോർക്ക്, അങ്ങനെ ലോകമാനെ ചുറ്റിക്കറങ്ങി അമേരിക്കയിലെത്തി ഷിക്കാഗോയിൽ പ്രസംഗിച്ചു. അപ്പോൾ പ്രസംഗിച്ചൊരു ഡയലോഗ് അത് വേൾഡ് ഫേമസ് ആയി. അമേരിക്കയിലെ എൻ്റെ സഹോദരന്മാരെ എന്ന ആ ഡയലോഗായിരുന്നു വേൾഡ് ഫേമസ് ആയത്. പിന്നീട് അദ്ദേഹം ഭാരതത്തിലെത്തി ക്ഷീണിതനായി. എന്നിട്ടും അദ്ദേഹം ഭാരത പര്യടനം തുടർന്നു. അങ്ങനെ അദ്ദേഹം ക്ഷീണിതനായി ഒരു ദിവസം ശിഷ്യന്മാരോടൊപ്പം സംഗീതം ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് മരണം സംഭവിച്ചത്. അങ്ങനെ അദ്ദേഹം 39-ാം വയസ്സിൽ മരണപ്പെട്ടു. അതല്ലെങ്കിലും അങ്ങനെയാണ്, എല്ലാ ജന്മങ്ങൾക്കും ഒരു ലക്ഷ്യമുണ്ടായിരിക്കും. ആ ലക്ഷ്യം കഴിഞ്ഞ് അവരവരുടെ ശരീരം വിട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാണ്. അങ്ങനെ എനിക്ക് എപ്പിസോഡിനോട് വിട പറയാനും സമയമായി. എല്ലാവർക്കും നല്ലൊരു തുടക്കം ആശംസിച്ചുകൊണ്ട് സൈനിങ് ഓഫ്, സൂര്യനാരായണൻ.